നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിനും. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിനും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22 23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ദൈവം നമ്മോട് എന്നും ഇടപഴകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രവാചകന്മാർ ഇല്ലാതെയായിരുന്ന കാലത്തും ദൈവം തൻ്റെ ദൂതന്മാർ മുഖാന്തരം നമ്മോട് സംവദിച്ചു കൊണ്ടിരുന്നു. ദൈവം നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം തൻ്റെ ഏകജാതനെ തന്നെ നമുക്ക് നൽകാൻ ആഗ്രഹിച്ചത്. ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് എത്ര സമയം മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്? ദൈവം നമ്മോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കത് ശ്രവിക്കുവാനോ മനസ്സിലാക്കുവാനോ സമയം ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പരിശുദ്ധ സഭയിലൂടെ നോമ്പുകൾ ആക്കിയിരിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുവാനാണ്, ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ടെത്തുവാനാണ്. ഈ എൽദോ നോമ്പുകാലം ദൈവം നമ്മോട് കൂടെ ആയതുപോലെ നമുക്കും ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു.